എസ് ടി ടോക്സിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും എന്നാൽ അറിഞ്ഞിട്ടും പലരും ചെയ്യാൻ മടിക്കുന്നതും ജീവിതത്തിൽ ഏറ്റവും പ്രയോജനപ്രദവുമായ ഒരു കാര്യവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഒരു ജീവൻ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ജീവൻ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. 100% സാക്ഷരതയും അഭ്യസ്തവിദ്യരും ഒക്കെയുള്ള കേരളത്തിൽ പലപ്പോഴും പല അടിയന്തര ഘട്ടങ്ങളിലും അല്ലെങ്കിൽ ആപത്ത് ഘട്ടങ്ങളിലും അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റൊക്കെ നടക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു പൊതുസമൂഹത്തെ കാണുവാനിടയായി തീർന്നിട്ടുണ്ട്. വളരെ വിരളമായിട്ടാണ് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പ്രവർത്തിക്കുന്നവരെയും അല്ലെങ്കിൽ പ്രവർത്തിച്ചവരെയൊക്കെ കാണുവാനിടയായി തീർന്നിട്ടുള്ളത്. ഒരുപാട് വീഡിയോസ് പല സന്ദർഭങ്ങളിലായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു മാനുഷികമായ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജീവൻ പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന ഒരുപാട് സാഹചര്യങ്ങൾ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസവും ഒരു 19 വയസ്സുകാരിയുടെ വീഡിയോ കാണുവാനിടയായി തീർന്നു. ഒരു അക്ഷയ സെൻറ്റർ പോലെയുള്ള ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ ഏതോ ആവശ്യത്തിന് വന്ന ഒരു മാതാവും 2 പെൺമക്കളും അതിൽ ആ 19 വയസ്സുകാരി കുഞ്ഞ് ദേഹാസ്വാസ്ഥ്യം വരുന്നതും സഹോദരിയോട് പറയുന്നതും വെള്ളം വാങ്ങിക്കുടിക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ സഹായിക്കാൻ ഒത്തിരി കരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു പബ്ലിക് സെൻറ്ററിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തികൾക്കൊക്കെ ഇതിനെക്കുറിച്ചൊരു ചെറിയ അവബോധമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ എത്രത്തോളം ആ ഒരു സാഹചര്യത്തിൽ അത് പ്രയോജനപ്പെട്ടേനെ. സഹായിക്കാൻ ഒരുപാട് കരങ്ങളുണ്ടായിട്ടും അതിനെക്കുറിച്ച് മതിയായൊരു അവബോധമില്ലാതെ പോയതുകൊണ്ട് തന്നെ വളരെ ദുഃഖകരമായൊരു വാർത്ത കേൾക്കുവാനിടയായി തീർന്നു. സമാനമായ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പൊതുസ്ഥലത്തൊക്കെ പോകുമ്പം പലരും കുഴഞ്ഞു വീഴുന്ന കിടക്കുന്നതൊക്കെ കാണുമ്പം മദ്യപിച്ച് ലെക്ക് കെട്ട് കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നാം അവരെ ഗൗനിക്കാതെ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോകാറുണ്ട്. പക്ഷേ ഒരു പൊതുസ്ഥലത്തായിരിക്കുമ്പോൾ ഒരു വ്യക്തി കുഴഞ്ഞു വീഴുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനുള്ളിൽ തന്നെ ആരെങ്കിലും കുഴഞ്ഞു വീണാൽ അല്ലെങ്കിൽ ഒരു വ്യക്തി റോഡിനരികിൽ വീണ് കിടക്കുന്നത് കണ്ടാൽ ആ വ്യക്തിയുടെ അടുത്തേക്ക് ചെന്ന് ആ വ്യക്തി ഓക്കെ ആണോ അല്ലയോ എന്ന്, മദ്യമോ മയക്കുമരുന്നോ അതെന്ത് തന്നെയാകട്ടെ, പക്ഷേ ആ വ്യക്തി ഓക്കെ ആണോ, ആ വ്യക്തിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്ന് നോക്കുന്ന ഒരു പൗരബോധം നമുക്കൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വെറുതെ നോക്കുക മാത്രമല്ല, സഹായം ആവശ്യമുള്ള വ്യക്തിയാണെങ്കിൽ എങ്ങനെ നമുക്ക് ആ വ്യക്തിയെ സഹായിക്കാൻ പറ്റും അത് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ സിലബസൊക്കെ ഒരുപാട് അപ്ഡേറ്റഡ് ആണ്. നമ്മൾ പലരും, അതായത് നമ്മളുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും എല്ലാവരും നന്നായിട്ട് നല്ല വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ തന്നെയാണ്. പക്ഷേ വീട്ടിലോ നാട്ടിലോ ഇങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ അറിയാമെങ്കിൽ തന്നെ അത് ചെയ്യാനുള്ള ഭയം കൊണ്ടാണോ, അതിനെക്കുറിച്ച് മതിയായ ഒരു അറിവില്ലാത്തത് കൊണ്ടാണോ പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലരും ചെയ്യേണ്ടത് ചെയ്യാതെ നിർജീവരായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഒരു വ്യക്തി കുഴഞ്ഞു വീഴുന്നത് വീട്ടിലോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തോ എവിടെയെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സിമ്പിളായിട്ട് ഞാൻ 3 കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പിക്ചറൈസേഷൻ വീഡിയോ നിങ്ങൾക്ക് കാണാം. വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുന്നത്, നിലനിർത്താൻ കഴിയുന്നത് ലൈഫിൽ എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഏറ്റവും നല്ല കാര്യമല്ലേ? ഒരു വ്യക്തി കുഴഞ്ഞു വീഴുകയാണെങ്കിൽ ആദ്യം ആ വ്യക്തിയുടെ അടുത്ത് ചെന്ന് ആ വ്യക്തി റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തുക. അതിനായിട്ട് ചുമലിൽ തട്ടി വിളിക്കുക, പേരറിയാമെങ്കിൽ പേര് ചൊല്ലി വിളിക്കുക. റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ വ്യക്തി അബോധാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കാം. 2, ആ വ്യക്തിയുടെ ചെസ്റ്റ് അല്ലെങ്കിൽ നെഞ്ച് ഉയരുന്നുണ്ടോ? ശ്വാസം എടുക്കുമ്പോൾ നമ്മളുടെ നെഞ്ച് ഇങ്ങനെ ഉയർന്നു വരാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഒരു വ്യക്തി ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഒന്ന് ചരിഞ്ഞ് സൈഡിലൂടെ, അതായത് ഫേസിൻ്റെ ഇവിടുന്ന് സൈഡിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ജസ്റ്റ് റൈസ് ആവുന്നുണ്ടോ, ഉയരുന്നുണ്ടോ, അല്ലെങ്കിൽ ബ്രീത്തിങ്ങിൻ്റെ എന്തെങ്കിലും ഒരു സൈൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഒന്നും കാണുന്നില്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെസ്റ്റ് മസാജ് അല്ലെങ്കിൽ കംപ്രഷൻ, ഹാർട്ട് കംപ്രഷൻ തുടങ്ങുക എന്നുള്ളത്. അതായത് നമുക്കറിയാം, ഒരു വ്യക്തി കുഴഞ്ഞു വീഴുമ്പം ഹാർട്ടിൻ്റെ പ്രവർത്തനം നിലച്ചിട്ട് ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനമായ അവയവങ്ങളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ നിന്നിട്ട് ആണ് ഈ വ്യക്തി കുഴഞ്ഞു വീഴുന്നത്. പ്രത്യേകിച്ച് ബ്രെയിനിൻ്റെയൊക്കെ ആ ഒരു ടൈം
പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾ അത്രയും ക്വിക്കായിട്ട് ആക്ട് ചെയ്യുന്നു, അത്രയും ക്വിക്കായിട്ട് ആ വ്യക്തിയുടെ ശരീരത്തിലെ ഡാമേജ് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അപ്പം ബ്രീത്ത് ചെയ്യുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ കോൾ ഫോർ ഹെൽപ്പ്. നിങ്ങൾക്ക് ചുറ്റും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ്പിന് വേണ്ടി വിളിക്കുക. നിങ്ങൾക്ക് മൊബൈലുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ എമർജൻസി നമ്പർ ഡയൽ ചെയ്യുക, സ്പീക്കർ ഫോണിൽ ഇടുക, കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. പിന്നെ പൾസ് ചെക്ക് ചെയ്യാൻ അറിയാവുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കഴുത്തിൽ പൾസ് ചെക്ക് ചെയ്യാം. ഒരിക്കലും കയ്യിൽ പൾസ് ചെക്ക് ചെയ്യില്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ മൂക്കിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വിൻഡ് പൈപ്പ്, ശ്വസന നാളി. ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ 2 ഫിംഗേഴ്സ് ഇങ്ങനെ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പൾസ് ഫീൽ ചെയ്യാം. മിഡിൽ ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും യൂസ് ചെയ്യാവുള്ളൂ. ഒരിക്കലും നിങ്ങളുടെ പെരുവിരൽ യൂസ് ചെയ്യരുത്, തമ്പ് യൂസ് ചെയ്യരുത്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഈ നമ്മുടെ തമ്പിൽ അതിൻ്റെ ഓൺ പൾസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പൾസ് അത് തെറ്റിദ്ധരിക്കാനിടയായിത്തീരും ആ വ്യക്തിയുടെ ആണെന്നുള്ള രീതി. ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. പിന്നെ കുഴഞ്ഞു വീഴുന്ന വ്യക്തിയെ എപ്പോഴും ഫ്ലാറ്റായിട്ട് ഒരു സുരക്ഷിതമായ സ്ഥലത്ത് നിവർത്തിക്കിടത്തുക, മുകളിലേക്ക് നിവർത്തിക്കിടത്തുക. ഈ കുഴഞ്ഞു വീഴുന്നവർ ചിലപ്പം കുനിഞ്ഞോ കമന്നോ ഒക്കെ ആയിരിക്കും വീഴുന്നത്. അപ്പോൾ ആ വ്യക്തിയെ ഫ്ലാറ്റായിട്ടൊരു പൊസിഷനിൽ കിടത്താൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ വിചാരിക്കുക, ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു വീഴ്ചയിലാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ കഴുത്തിനോ അല്ലെങ്കിൽ നട്ടെല്ലിനോ എന്തെങ്കിലും ഒടിവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ കിടത്തുമ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പൊസിഷൻ ചെയ്താൽ നല്ലതായിരിക്കും. അതായത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാതെ. അപ്പം പിന്നെ നിങ്ങളുടെ സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരാൾ കുഴഞ്ഞു വീഴുമ്പോഴത്തേന് ഓടിച്ചെന്ന് പിടിക്കുന്നത് അത്ര യുക്തിയല്ല. അതായത് ആ സാഹചര്യങ്ങൾ നോക്കുക. അവിടെ ഇലക്ട്രിക് ഷോക്ക് കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫയറിൻ്റെ ഇഷ്യൂ കൊണ്ടാണോ അല്ലെങ്കിൽ വെള്ളത്തിൽ, അതായത് നിങ്ങൾക്ക് സേഫ് അല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും CPR കൊടുക്കാനായിട്ട് ഇറങ്ങരുത്. നിങ്ങളുടെ സേഫ്റ്റി നോക്കുക. ആ സീൻ അല്ലെങ്കിൽ സെനാറിയോ ഓക്കെയാണ്, സേഫ്റ്റി ആണെന്ന് പറഞ്ഞാൽ വിക്ടിമിനെ അല്ലെങ്കിൽ ഇയാളെ കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ നിവർത്തിക്കെടുത്തുക. ഈ 2 കാര്യങ്ങൾ, റെസ്പോൺസ് ചെക്ക് ചെയ്യുക, ബ്രീത്ത് ചെയ്യുന്നുണ്ടോ നോക്കുക, പൾസ് ചെക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ചെക്ക് ചെയ്യുക, കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുക. കംപ്രഷൻ എന്ന് പറയുമ്പം നിങ്ങളുടെ കൈ ഉപയോഗിച്ച് ഈ ഹാർട്ടിൻ്റെ, അതായത് നമ്മുടെ നിപ്പിൾസിൻ്റെ നിപ്പിൾസ് 2 നിപ്പിൾസിനും കൂടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാക്റ്റ് മിഡിലായിട്ട് നമ്മുടെ ഈ നെഞ്ച് അല്ലെങ്കിൽ ചെസ്റ്റ് ബോണിൻ്റെ ലോവർ പോർഷൻ, അതായത് ഒത്തിരി താഴെ പോയാൽ അത് വയറിലായി പോവും. അപ്പം അതായത് നിപ്പിളിൻ്റെ നടുവിലായിട്ട് നമ്മുടെ ഡോമിനൻ്റ് കൈ ഉപയോഗിച്ച് നന്നായിട്ട് അമർത്തുക. അതായത് ഹാർട്ട് നിന്നിരിക്കുന്ന ഹാർട്ടിനെ നമ്മൾ കംപ്രസ് ചെയ്ത് ഈ പ്രസ് ചെയ്യുന്നതിനനുസരിച്ചാണ്, അതായത് ഒരു 5 to 6 സെൻറ്റിമീറ്റർ ഡെപ്തിലേക്ക് വേണം നമ്മുടെ കൈ പോകാൻ. അങ്ങനെ നിങ്ങൾ കൊടുക്കുമ്പം എപ്പോഴും ഉറപ്പ് വരുത്തുക നിങ്ങൾ കറക്റ്റായിട്ടുള്ള പൊസിഷനിലായിരിക്കണം. വ്യക്തിയുടെ സൈഡിൽ നിന്നുകൊണ്ട് വേണം അത് ചെയ്യാൻ. അതിനാണ് തറയിൽ കിടത്താൻ പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഷോൾഡർ ഈ വ്യക്തിയുടെ മുകളിലേക്ക് സ്ട്രെയിറ്റായിട്ട്, ഹാൻഡ് സ്ട്രെയിറ്റായിട്ട്, എൽബോ സ്ട്രെയിറ്റായിട്ട്, അതായത് നിങ്ങൾ കൊടുക്കുന്ന ആ പ്രഷർ എഫക്റ്റീവായിട്ട് ചെല്ലുന്ന രീതിയിൽ വേണം ചെയ്യാൻ. നിങ്ങൾ ടയേർഡ് ആകുന്നിടം വരെ നിങ്ങൾക്ക് കംപ്രഷൻ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് ഒരാൾ സഹായത്തിനുണ്ടെങ്കിൽ നിങ്ങൾ 1 2 3 എന്ന് കൗണ്ട് ചെയ്ത് 30 60 മാക്സിമം ഒരാൾക്ക്, ഞങ്ങളൊക്കെ നഴ്സസ് ഹോസ്പിറ്റലിൽ ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ 120 ആണ് അങ്ങനെ കംപ്രഷൻസ് കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായത്തിന് ആളുണ്ടെങ്കിൽ നിങ്ങളൊരു 30 കംപ്രഷൻ കഴിയുമ്പോൾ അടുത്ത ആളെ വിളിക്കുക, നിങ്ങൾക്ക് ടയേർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ ഇൻ്റർചേഞ്ചിങ് അല്ലെങ്കിൽ 2 പേര് മാറുന്ന സമയവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി ലാഗാകാൻ പാടില്ല, പെട്ടെന്ന് വേണം. അതായത് കംപ്രഷനിൽ തടസ്സങ്ങളൊന്നും വരില്ല. അപ്പം ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം നിങ്ങൾ ക്ഷീണിക്കുന്നിടം വരെ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ മെഡിക്കൽ സഹായം അല്ലെങ്കിൽ ആംബുലൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ ഫെസിലിറ്റി, നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഫെസിലിറ്റി അവൈലബിൾ ആകുന്നിടം വരെ നിങ്ങൾ ഈ കംപ്രഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ഒരു സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പേഷ്യൻ്റ് നമ്മളിങ്ങനെ ചിലപ്പോൾ ഒരു 30 അല്ലെങ്കിൽ 60 കൊടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ ഇവർ തിരിച്ച് ശ്വാസം എടുക്കാനും റെസ്പോണ്ട് ചെയ്യാനൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അതായത് റെസ്പോണ്ട് ചെയ്യുന്ന, ശ്വാസം എടുക്കുന്ന അല്ലെങ്കിൽ പൾസ് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നിങ്ങൾ CPR കൊടുക്കരുത്. കുഴഞ്ഞു വീഴുകയാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനാരിയോയിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതെല്ലാം തിരിച്ച് കിട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ ബ്രീത്തിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പബ്ലിക് സ്പേസിൽ
ഇപ്പോൾ ബ്രീത്തിങ് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയാൻ കാരണം ഈ കോവിഡ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സേഫ്റ്റി കൊണ്ടാണ് മൗത്ത് ടു മൗത്ത് അല്ലെങ്കിൽ നോസ് ബ്രീത്തിങ് ഒന്നും ഇപ്പം ചെയ്യണ്ട. കംപ്രഷൻ കൊടുത്ത് ഹാർട്ടിനെ അതായത് പുനർജീവിപ്പിക്കുക. ഇതൊരു പുനർജീവന പ്രക്രിയയാണല്ലോ. അപ്പം ഇതിന് CPR എന്ന് അതുകൊണ്ടാണ് പറയുന്നത്, കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ ആ സർക്കുലേഷൻ മെയിൻറ്റെയിൻ ആകുന്നതിനനുസരിച്ച്, ബ്ലഡ് പോകുന്നതിനനുസരിച്ച് അവയവങ്ങളിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ പൊക്കോളും. പിന്നെ 2-3 സാഹചര്യങ്ങളിൽ നമ്മൾ ബ്രീത്തിങ് കൊടുക്കേണ്ടതാണ്. ഒന്ന്, കുഞ്ഞുങ്ങളിൽ, അതായത് ഒരാൾക്ക് പൾസുണ്ട് പക്ഷേ അയാൾ ബ്രീത്ത് ചെയ്യുന്നില്ല, അപ്പം അയാളുടെ ശ്വാസകോശത്തിൽ എയർ പോകാതെ എന്തോ തടസ്സമാണ്. അപ്പോൾ അതിനൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ബ്രീത്തിങ് ഇമ്പോർട്ടൻ്റ്. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് തോന്നുന്നു ഒരുപാട് കുഴഞ്ഞു വീഴുന്നതൊക്കെ ഇങ്ങനെ ഹാർട്ട് അറ്റാക്കിൻ്റെ, അതായത് ഹാർട്ട് സ്റ്റോപ്പ് ആകുമ്പോഴാണ്. അപ്പം കംപ്രഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത് ഒരാൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ബ്രീത്തിങ്ങിൻ്റെ ഒരു സയൻസും ആ വ്യക്തിയിൽ കാണുന്നില്ല, പൾസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്, അറിയാമെങ്കിൽ പൾസ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കംപ്രഷൻ കൊടുക്കുക. നിങ്ങൾ ക്ഷണിക്കുന്നിടം വരെ ഈ പേഷ്യൻ്റ് അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് തിരിച്ച് ശ്വാസം എടുക്കുകയോ സംസാരിക്കുകയോ പൾസ് തിരിച്ച് കിട്ടുകയോ ചെയ്യുന്നിടം വരെ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എമർജൻസി ടീം നിങ്ങളെ, ആംബുലൻസ് നിങ്ങൾക്ക് സഹായത്തിന് എത്തുന്നിടം വരെ നിങ്ങൾ കംപ്രഷൻ കൊടുത്തിരിക്കണം. അതാണൊരു ജീവൻ നിലനിർത്താൻ ഏറ്റവും വലിയ അത്യാവശ്യ ഘട്ടത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ. നിങ്ങളുടെ സേഫ്റ്റിയും നിങ്ങൾ ഉറപ്പ് വരുത്തുക. നിങ്ങൾ റൈറ്റ് പൊസിഷനിൽ, അതായത് എത്രയും എഫക്റ്റീവായിട്ട് ഡെപ്തിൽ കൊടുക്കാമോ കൊടുക്കുക. ചിലപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, ഈ ഹാർട്ടിന് സർജറിയൊക്കെ കഴിഞ്ഞവർക്ക് കൊടുക്കാൻ പറ്റുമെന്ന്. നിശ്ചയമായിട്ടും ലൈഫ് ഈസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ റിബൊക്കെ ഒന്ന് ഫ്രാക്ചർ ആയെന്ന് പറഞ്ഞാലും ഇതൊക്കെ നമുക്ക് പിന്നെ ട്രീറ്റ് ചെയ്യാം. അപ്പം ജീവൻ തിരിച്ചു പിടിക്കാൻ കംപ്രഷൻ അവസരമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളത് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക. ഒരാളുടെയെങ്കിലും ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നെങ്കിൽ, അതിനുള്ള സാഹചര്യം നമുക്ക് മുന്നിൽ വന്നാൽ മടിച്ചു നിൽക്കാതെ അത് ചെയ്യാൻ തയ്യാറാകുക. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിയുടെ ചെസ്റ്റിന് മുകളിലായിട്ട് കൈകൾ വയ്ക്കുക. നിങ്ങളുടെ മുട്ടുകൾ മടങ്ങാൻ പാടുള്ളതല്ല. നിങ്ങളുടെ വെയിറ്റ് ഈ ചെസ്റ്റിലേക്ക് പൂർവാധികം കൊടുക്കും വിധം തന്നെ വേണം നിങ്ങളുടെ കൈകൾ വയ്ക്കുവാൻ. അതുപോലെ നിപ്പിൾ ലൈനിൻ്റെ മധ്യഭാഗത്തായിട്ട് വേണം നിങ്ങളുടെ കൈകൾ പ്ലേസ് ചെയ്യുവാൻ. നിങ്ങളുടെ കൈപ്പത്തിയുടെ ഹീൽ നന്നായിട്ട് ബലം കൊടുക്കും വിധം പ്ലേസ് ചെയ്ത് നിങ്ങളുടെ കൈവിരലുകൾ പരസ്പരം കോർത്ത് പിടിച്ചിട്ട് വേണം ചെയ്യാൻ. കൈവിരലുകൾ കോർത്ത് പിടിക്കുമ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് ഹാർട്ട് കംപ്രസ് എഫക്റ്റീവായിട്ട് കൊടുക്കാൻ സാധിക്കും. നിങ്ങളുടെ വിരലുകൾ സ്പ്രെഡ് ചെയ്തിരുന്നാൽ അത് ഫോഴ്സ് റിബിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് CPR എഫക്റ്റീവ് അല്ലാതെ പോകും. അതുകൊണ്ടാണ് കൈവിരലുകൾ കോർത്ത് പിടിച്ചിട്ട് നിങ്ങളുടെ ഹീൽ ഓഫ് ദ പാം, അതായത് ആ കൈപ്പത്തിയുടെ ഏറ്റവും ഹാർഡായിട്ടുള്ള ഭാഗം പ്ലേസ് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ കംപ്രഷനും 2 ഇഞ്ചസ് അല്ലെങ്കിൽ 5 to 6 സെൻറ്റിമീറ്റർ ഡെപ്തിലേക്ക് പോകുകയും തിരിച്ച് അത് മുകളിലേക്ക് വരാനും നിങ്ങൾ അനുവദിക്കണം. സോ അങ്ങനെ വേണം നിങ്ങളത് കൊടുക്കാൻ.